മായം കലർന്ന എണ്ണകൾക്ക് ഗുഡ് ബൈ. ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിലേതാ ഒരൊറ്റ പേര്, കരുൺസ് കോക്കനട്ട് ഓയിൽ മിൽ. അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായ വെളിച്ചെണ്ണ, കടലെണ്ണ, എള്ളെണ്ണ, കടുകെണ്ണ, ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. 500 രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ 5 കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ്. വരവൂർ കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച മദീന മിലാദ് സംഗമവും അവാർഡ് ദാന ചടങ്ങും ശ്രദ്ധേയമായി. നിരവധി ആളുകളാണ് പങ്കെടുത്തത്. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم. വരവൂർ കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെയും നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നബിദിനത്തോടനുബന്ധിച്ച് മദീന മീലാദ് സംഗമവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നാടാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തിനകത്ത് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യം ലോകരാജ്യങ്ങൾ നമ്മെ കാണുന്നത് മതേതരത്വത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ എപ്പോഴും മനുഷ്യനെ ഏകോപിപ്പിക്കാനും ഒപ്പം നന്മ പറഞ്ഞു കൊടുക്കാനും ഉള്ളതാകണം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് തന്നെയാണ് കാക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരമാവധി പ്രചോദനങ്ങൾ നൽകുന്നത്. ട്രസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു പൊന്നുമോന്റെ ഓർമ്മയുടെ ഭാഗമായാണ് നമ്മുടെ ട്രസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ ഭാഗമായി ഇവിടെ സന്നിഹിതരാകാൻ കഴിഞ്ഞ പൊതുപ്രവർത്തകരാണ്. പൊതുരംഗത്തുള്ളപ്പോഴെല്ലാം വിവിധ ഘട്ടങ്ങളിൽ സാമൂഹിക സേവന രംഗത്തൊക്കെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ നിരവധി തവണ ഞങ്ങളെ വിളിക്കാറുണ്ടായിട്ടുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇടങ്ങളിലെല്ലാം ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിവേഗം പുരോഗമിച്ച നമ്മുടെ ലോകത്ത് ഞാനും നിങ്ങളും ഒന്നും ആഗ്രഹിക്കാത്ത ചില ദുഷ്പ്രവണതകളെല്ലാം കടന്നു വരുമ്പോൾ ഒരു മനസ്സായി നിന്ന് ഒരു മേനിയായി നിന്ന് ഒരുമിച്ച് നിന്ന് നമുക്കതിനെ നിസാർ ട്രസ്റ്റ് ചെയർമാൻ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പ്രഥമ നിസാർ സ്മാരക അവാർഡ് 80 വയസ്സുള്ള കൊട്ടലിൽ മൊയ്തു ഹാജിക്ക് നൽകി ആദരിച്ചു. പൊന്നാടയും മൊമന്റോയും നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. മുള്ളൂർക്കര റേഞ്ചിൽ പൊതുപരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ റിയ ഫർഹയെ സൈക്കിൾ നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പ്രദീപ്, ട്രസ്റ്റ് വൈസ് ചെയർമാൻ MM സൈദലവി, കോർഡിനേറ്റർ CH ഇബ്രാഹിം, ജംഷാദ് സഖാഫി, മറ്റ് ഭാരവാഹികളായ റഹീം, അബു താഹിർ, ഷാനവാസ്, ബഷീർ, മൊയ്തുണ്ണി, ഇസ്മായിൽ, കമറുദ്ദീൻ, റസാഖ്, ചെറിയകുട്ടി എന്നിവർ സംസാരിച്ചു. അഷ്റഫ് മുസ്ലിയാർ സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണവും കാളിയ റോഡ് ഫിർദൌസ് ആഫിയുടെ നേതൃത്വത്തിൽ മിസ്മിർ ബുർദയും ഗവാലിയും നടന്നു. പങ്കെടുത്ത എല്ലാവർക്കും അന്നദാനം നൽകിയാണ് പരിപാടികൾ സമാപിച്ചത്. ന്യൂസ് ഡെസ്ക് CCV.